അടിപൊളി പടം ബ്രോ. ആ പറയാൻ വന്ന് തെറ്റിപ്പോയി. എന്തെന്ന് വെച്ചാൽ തീപ്പടം ദളപതിന്ന് ഇളയ ദളപതിയിലോട്ടുള്ള നിങ്ങൾ കണ്ട പടമല്ലേ ഇത്? വയസ്സ് 39. ഗില്ലി എന്ന സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 19 വയസ്സ്. കറക്റ്റ് 20 വർഷത്തിന് ബാക്ക്. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയം. ഇന്നത്തെ റിവ്യൂ ആണെങ്കിൽ കുറച്ച് പോരായ്മകൾ പടത്തിൻ്റെ അകത്തുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത് വിജയം. ഇന്നത്തെ കാലത്ത് ഇറങ്ങിയാലും നമ്മുടെ വിജയണ്ണൻ്റെ കരിസ്മയ്ക്കൊന്നും ഒരു ചേഞ്ച് വരാൻ പോണില്ല. വർഷങ്ങൾക്ക് ശേഷം ഗില്ലി കണ്ട് അപ്പഴേ പോടൂല കാര്യം സീറ്റിൽ പോലും ഇരുന്നില്ല, ഇറങ്ങി കളിയായിരുന്നു എല്ലാവരും. വേറെ ലെവല്, വേറെ 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 ലെവല്. അടിച്ചു പൊളിച്ച് ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇറങ്ങിയ സമയത്ത് കണ്ടായിരുന്നു. ആറാടുകയാണ്. അങ്ങനെ നമ്മുടെ തലപതി വിജയ് നായകനെത്തിയ ഗില്ലി 20 വർഷത്തിന് ശേഷം 4K നിന്ന് തിയേറ്ററിൽ വന്നിരിക്കണം. അപ്പോൾ തിയേറ്ററിൽ നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം അറിയേണ്ട ആവശ്യം എന്തായില്ല, കാരണം പടം ഓൾറെഡി വലിയ ഹിറ്റാണ്. ധാരാളം TV-ലെല്ലാം വന്ന് ഇഷ്ടംപോലെ പ്രാവശ്യം ആൾക്കാർ കാണുന്ന സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈബ് എങ്ങനെയുണ്ടെന്ന് കണ്ടറിഞ്ഞ പ്രശ്നം ചോദിച്ചു നോക്കാം. അടിപൊളി പടം ബ്രോ. ആ പറയാൻ വന്ന് തെറ്റിപ്പോയി. എന്തെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച സമയത്താണ് ഗില്ലി ഇറങ്ങി. ആ സമയത്തൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൊച്ചിലോട്ടെ വിജയ് ഫാനാണ് കേട്ടോ. എന്തിനു വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ അടിപൊളിയാണ് ചേട്ടാ. എങ്ങനെ പറയാം, അതിന് മുമ്പ് ഇറങ്ങിയില്ലേ. ഇപ്പം ഫുള്ള് ടിക്കറ്റ് ഫുൾ ബുക്കാണ് ചേട്ടാ. രാവിലെ വന്നപ്പോഴും ഫുൾ സീറ്റ് ബുക്കായിരുന്നു. പിന്നെ കുറേ ഷോർട്സ് ഒക്കെ എടുത്തു ചേട്ടാ. എല്ലാം അടിപൊളിയായിരുന്നു. തലപതി ദർശനം എല്ലാം വിജയ് ക്യാരക്ടർ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല. അടിപൊളി പടം, അടിപൊളി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. തിയേറ്ററിൽ കണ്ടിട്ടില്ലല്ലോ. അടിപൊളി പടം. തിയേറ്റർ കൊണ്ട് ആകെ മറിച്ച് കളഞ്ഞു. അത്ര ആ പാട്ടും എല്ലാം കൂടെ കൊണ്ട് അടിപൊളി പടം. തീപ്പടം ദളപതിന്ന് ഇളയ ദളപതിയിലോട്ടുള്ള നിങ്ങൾ കണ്ട പടമല്ലേ ഇത്? ഇത് പിന്നെയും എന്തിനാണ് ഇത്? എൻ്റെ പൊന്നി ഓമ്പോ അടിപൊളി അടിപൊളി. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിനകത്ത് ഡാൻസും ബഹളവും വേറൊരു ഉത്സവം. കണ്ടിട്ട് പറഞ്ഞ എല്ലാവരും പുതിയ പടത്തിന് ഇങ്ങനെയൊന്നും കിട്ടൂല. ഇപ്പം എല്ലാവരും തുള്ളാക്കുമായിരുന്നു തിയേറ്ററിനകത്ത്. തുള്ളി 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 വയസ്സുള്ളപ്പോൾ എൻ്റെ കൊള്ളാം. അടിപൊളിയായിട്ടാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വൈബ്. അതിനേക്കാളും അത് ഇതിന് അതിൻ്റെ അത്ര കിട്ടില്ല. ഇത് ഓരോ ഡയലോഗ് പറയുമ്പോഴല്ലേ ഓരോ കൈയടി, എല്ലാത്തിനും കൈയടി. ഡാൻസൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ എല്ലാവരും കളിച്ചു. ഒന്നുമില്ല. ഞാൻ തന്നെ എത്ര വട്ടം കണ്ടെന്ന് അറിഞ്ഞൂടാ. എത്ര വട്ടം ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. മടുക്കില്ല. ഇനിയും കാണും. 50 പ്രാവശ്യത്തിൽ കൂടെ കണ്ട പടം ഇനിയും കാണും. ഒരു പിന്നെ നേരത്തെ കണ്ട പടമെല്ലാം നല്ല വൈബാണ്. പണ്ടത്തെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വാസ്. ഇന്നത്തെ കാലത്ത് ഇറങ്ങിയാലും നമ്മുടെ വിജയണ്ണൻ്റെ കരിസ്മയ്ക്കൊന്നും ഒരു ചേഞ്ച് വരാൻ പോണില്ല. ഇപ്പോഴും ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടുമെന്ന് തന്നെയാണ് ഒരു ഫാൻ എന്ന നിലയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നണം. പിന്നെ ഈ റീ റിലീസ് എന്തായാലും പൊളിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി അടിപൊളി. നല്ല വൈബ്. ഇറങ്ങിയ സമയത്തും കണ്ടായിരുന്നു. നല്ല വൈബ്. ഇപ്പൊ അതിനെയും കാട്ടി നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. കൊള്ളായിരുന്നു. നല്ല വൈബായിരുന്നു. ഇനിയും കാണാം. അതിനെന്ത് കാണാം. അടിപൊളി. സൂപ്പർ. അടിപൊളി. പിന്നെ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. വർഷങ്ങൾക്ക് ശേഷം ഗില്ലി കണ്ട് അപ്പഴേ പോടൂല കാര്യം സീറ്റിൽ പോലും ഇരുന്നില്ല, ഇറങ്ങി കളിയായിരുന്നു എല്ലാവരും. സീറ്റൊന്നാലും മൈൻഡ് പോലും ചെയ്തില്ല. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എത്ര നാളായിട്ട് ഇതൊന്നും കൂടെ തിയേറ്ററിൽ കാണുമെന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ ഇത് ആദ്യം ഇറങ്ങിയപ്പോൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ്. അപ്പം എന്ത് വലിയൊരു ആവേശമായിരിക്കും ഇത്. ഉഗ്ര എക്സ്പീരിയൻസ്. ഇനി എല്ലാ സിനിമ ഒന്നും കൂടെ റിലീസ് ചെയ്യണം. അന്യായം. ഇപ്പം എല്ലാ പാട്ടിലും പ്രത്യേകിച്ച് നമ്മുടെ ഫൈനൽ ഫൈറ്റിൽ വിളിയെന്ന് പറഞ്ഞ തൊണ്ട ഇപ്പം ഫുള്ള് അടിച്ചു. എല്ലാവരും അവിടെ കിടന്ന് പോപ്കോണൊക്കെ എറിയായിരുന്നു. കഴിച്ചൊന്നും ഇല്ലാരും. എല്ലാവരും എല്ലാ പണ്ടത്തെ പോലെ തന്നെ വിജയ് ഒന്നും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ എല്ലാവരും സിനിമ റിലീസ് ചെയ്യണം. അടിപൊളി. ഞാൻ കുഞ്ഞിനെ കണ്ടാണ്. ഇവനെ കാണിക്കാൻ പറ്റും. വേറെ ലെവൽ സിനിമ. സിനിമ ഇപ്പൊ വേറെ അന്നത്തെ ആ ഒരു കുട്ടിക്കാലത്ത് തിരിച്ചു പോയ പോലെ ഉണ്ടായിരുന്നു. എല്ലാം ഡാൻസ് കളിച്ച്. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല അധികം. അപ്പൊ ആ ഒരു ലെവലിൽ തിരിച്ചു കിട്ടി. ഭയങ്കര ഹാപ്പി. കൊള്ളാം. അടിപൊളി. 4K റീമാസ്റ്ററിംഗ് ആണ്. നല്ല പക്ക ക്ലാരിറ്റിയോടെയാണ് കണ്ടത്. കൊള്ളാം. അടിപൊളി. കിട്ടില്ല. സൗണ്ട് ക്ലാരിറ്റി പക്ക. പൊളി. വേറെ ലെവൽ. അണ്ണൻ തലപതിക്ക് വേറെ ലെവല്. വേറെ 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 ലെവല്. പിന്നെ എത്ര വേണേലും മടിക്കാതെ സിനിമ. വേറെ അടിപൊളിയായിരുന്നു. എത്ര പ്രാവശ്യം കണ്ടാണ് ഗില്ലി മൊത്തത്തില്? കുറേ പ്രാവശ്യം കണ്ടിട്ടില്ല. ഇനിയും കാണാം. ലാഗ് ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞു. ഇല്ല അടിപൊളിയായിരുന്നു.
ഗില്ലി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചേട്ടാ 10-20 വർഷത്തിന് ശേഷം കാണാൻ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി 2004 ഇറങ്ങിയപ്പോൾ നമുക്ക് മിസ് ചെയ്ത് കണ്ടായിരുന്ന പിക്ചർ ക്വാളിറ്റി ഒക്കെ അടിപൊളി. സൺ ടി വിയിലിടാ പിന്നെ കാണാത്ത സംശയം തിരി. ഓക്കെ തിയേറ്ററൊക്കെ പാടി അടിച്ചു പൊളിച്ച് കണ്ട് അടുത്തോടെ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എന്ത് രോമാഞ്ചം. ലൈഫിൽ ഇത്രയും കണ്ടു അടിച്ച് പൊളിച്ച്. ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. തകർത്ത്, എല്ലാവരും തകർത്ത്. നല്ല ഓഡിയൻസ്, നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല റെസ്പോൺസ്. പിന്നെ 2-3 പാട്ടിന് ഇറങ്ങി ഡാൻസ് കളിക്കാൻ പറ്റി. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. പിന്നെ തൊണ്ടൊത്ത പോയിട്ട് പിന്നെ ഇവിടെ കാണാൻ വേണ്ടി കൊല്ലത്തുനിന്ന് വന്നതാണ്. ഭയങ്കര രസമാണ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളി. പിന്നല്ല തളപതിക്ക് ജയ്. നല്ല പടം. നല്ല പടമല്ല, കാരണം നമ്മൾ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇത് റീ റിലീസ് ചെയ്യണമെന്ന്. ഒന്നാമത്തെ കേസ് ഏരീസിലാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത്രയും കാരണം ആ എക്സ്പീരിയൻസ് കിട്ടണമല്ലോ. 4K ഡോൾബിയിലോട്ട് അറ്റ്മോസ് പുതിയതായിട്ട് ക്രൈറ്റീരിയ ചെയ്തതിൽ ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ, പണ്ട് മുതലേ ഉള്ള നൊസ്റ്റാൾജിയ. ഇല്ല നമുക്ക് അന്നത്തെ ഓളം അതേ തന്നെയാണ്. കാരണം വിജയുടെ ആരാധകർക്ക് ഈ സിനിമ എത്ര വർഷം കണ്ടാലും, ഞാൻ തന്നെ ഏകദേശം 10-200 പ്രാവശ്യമെങ്കിലും കണ്ടാണ്. കാരണം ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് 4K. എന്നാലും എനിക്ക് അതൊന്നുകൂടി ആ തിയേറ്ററിൽ കാണണം എക്സ്പീരിയൻസ്. പിന്നെ സെറ്റല്ലേ, ഫസ്റ്റ് ഡേ മാത്രമേ ഞാൻ വെച്ചാൽ പടമുള്ളൂ എന്ന്. പക്ഷെ നാളെ കൂടി ഒരു പടം ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല പടം, നല്ലതല്ല ബെസ്റ്റാണ്. പൊളി, വേറെ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. കൊച്ചിയിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട സമയത്ത് പടം ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കര ഫീലായിരുന്നു നൽകുന്നത്. സോങ് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും വിജയ്, തൃഷ, പ്രകാശ് രാജ് ഇവരുടെ ഈ ഒരു സാധനം നമ്മൾ പലതവണ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. എന്താ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ആ ചെല്ലോ എന്നല്ല വിളി കേൾക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ടി വി കാണുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടി തിയേറ്റർ വന്ന് കാണുമ്പോൾ അല്ലേ വേറെ ലെവൽ ഫീലാണ്. വിജയ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ജനിച്ചപ്പോൾ ഇറങ്ങിയ പടമാണ്. അപ്പോൾ അത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ എൻജോയ് ചെയ്തു. ആ പയ്യന്മാരൊക്കെ തുള്ളിച്ചാട്ടമായിരുന്നു. നല്ല പടമായിരുന്നു കേട്ടോ. സത്യം മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റി. തുള്ളി മറിഞ്ഞു, ആറാടുകയാണ്. തകർത്ത് കിടിലൻ പെർഫോമൻസ്. ആ ജീപ്പൊക്കെ വെള്ളത്തിൽ പോണതൊക്കെ മാസ് ചെയ്യുന്നത്. നല്ല സിനിമയായിരുന്നു. കാരണം തിയേറ്ററിലൊന്നും നമുക്ക് ഇറങ്ങാൻ ഞാൻ ജനിച്ച സമയത്ത് ഇറങ്ങിയ സിനിമയല്ല. അപ്പോൾ ഇത് തിയേറ്ററിൽ വന്ന് ഇത്രയും പേരെ ഇടയിലൊന്ന് കാണാൻ പറ്റിയത് പൊളിയായിരുന്നു. ഇപ്പം പറഞ്ഞ അവനൊക്കെ എല്ലാവരും അടിച്ച് പൊളിയായിരുന്നു. കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഇന്നത്തെ റിവ്യൂ ആണ് അങ്ങനെ പറയുന്നത്. ഇന്നത്തെ റിവ്യൂ ആണെങ്കിൽ കുറച്ച് പോരായ്മകൾ പടത്തിൻ്റെ അകത്തുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത് വിജയമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ വച്ച് നോക്കണമെങ്കിൽ അതൊന്നും അതിൻ്റെ 7-8 വരത്തില്ല. പക്ഷെ ഓൾഡ് ഈസ് ഗോൾഡൻ ആണല്ലോ, അതാണ് എനിക്ക് അത് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു വയസ്സ് 39. ഗില്ലി എന്ന സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 19 വയസ്സ്. കറക്റ്റ് 20 വർഷത്തിന് ബാക്ക്. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയം. പക്ഷേ ഞാനന്ന് നാട്ടിലല്ല, അന്ന് ഭുവനേശ്വറിൽ ഒരു കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം അവിടെ നമുക്ക് സിനിമ കാണുന്നത് വെച്ചാൽ ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒഡിയ, ബംഗാളി അതൊക്കെ അവിടെ കിട്ടത്തുള്ളൂ. അവിടെ പിന്നെ സൗത്ത് ഇന്ത്യൻ സിനിമ എന്നൊരു സംഭവമേ ഇല്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാത്രമേ ഒരു സൗത്ത് ഇന്ത്യൻ ഏതെങ്കിലും ഒരു സിനിമ വരത്തുള്ളൂ. അതും കൂടുതലും തെലുങ്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇത് വരത്തുള്ളൂ. അപ്പോൾ അന്ന് ഇങ്ങനെ മിസ്സായ കുറേ സിനിമകളുണ്ട് എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ. അതിലൊരു സിനിമയാണ് ഗില്ലി. അതിലേറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഗില്ലി. കാരണം നമ്മുടെ ഒരു കോളേജ് കാലഘട്ടത്തിൽ പിന്നീട് ഇതിൻ്റെ സിനിമയുടെ CD ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി, ഞങ്ങളവിടെ ഇട്ട് പരസ്പരം കൂട്ടുകാരോട് കണ്ട്, ഞങ്ങൾ വീട്ടുകാരോട് കണ്ട്, ഞങ്ങൾക്ക് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ട്രെൻഡിങ് ഒരു സംഭവമായിരുന്നു ഈ ഒരു ഗില്ലി എന്ന് വെച്ചാൽ. ഇതിലെ പാട്ടുകളായിരുന്നല്ലോ, അപ്പടി പോടുന്നൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നാഷൻ വൈഡ് ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ്. കാരണം നമുക്ക് മോട്ടോറോളയുടെയൊക്കെ ഒരു പരസ്യത്തിൽ വരെ ഈ പാട്ട് കയറിപ്പോയൊരു സംഭവം ഉണ്ട്. അത്രയും നാഷൻ വൈഡ്. കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്രയും ഉപയോഗം. കാരണം അത് കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് ഒരു 2010-ാണ് ഈ ഒരു നാഷൻ വൈഡ് ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ ഒരു ഇതിൽ പോലെ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇത്. അപ്പം ഞാൻ ഈ ഒരു സിനിമ ഇങ്ങനെ റിലീസാകുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുമെന്ന് ഞാൻ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു 39-കാരനിൽ നിന്ന് ഒരു 19-കാരനിലേക്ക് വീണ്ടും ഒന്ന് മനസ്സൊന്ന് ഒരു യൗവന കാലഘട്ടത്തിലേക്ക് ഞാൻ മനസ്സൊന്ന് ചുരുക്കി കൊണ്ടുപോയി. ഞാനിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആർത്തുല്ലസിക്കണമെങ്കിൽ ഞാൻ ആർത്തുല്ലസിക്കും. ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കണം. ഞാൻ ആദ്യമൊക്കെ പിടിച്ചിരുന്നു. ആദ്യത്തെ പാട്ട് വന്ന്, രണ്ടാമത്തെ പാട്ട് വന്ന്. പക്ഷേ അപ്പടിപ്പോട് വന്നപ്പോഴത്തേക്കും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒരു ഡാൻസ് ചെയ്ത. പക്ഷേ അന്ന് നമ്മൾ അന്യോന്യം
കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പ്രേക്ഷകരെ ആ ഒരു രീതിയിലാണ്. അപ്പം അടിപൊളി പടം. സ്റ്റാർട്ടിങ് ചെറിയ